കഴിഞ്ഞ ദിവസം നമ്മളൊരു വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലായിട്ടായിട്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് നല്ല സ്നേഹത്തോടെ ചെടി വാരിക്കോരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ചെറിയ മോളുണ്ടായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിൽ, എന്നെക്കാൾ ഇൻട്രസ്റ്റിൽ ഞാൻ വെട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ആ വീഡിയോ ഒക്കെ എനിക്ക് ആ ചെടികളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആ ചെടികളെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നാളത്തേക്ക് പാടിപ്പോലെ. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്ക് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റ് കണ്ടിട്ടാണ് ഞാൻ അവിടെ വണ്ടി സൈഡാക്കിയിട്ട് അവരുടെ അടുത്ത് അതിൻ്റെ 2 കമ്പ് തരുമെന്ന് ചോദിച്ചത്. അവരത് അപ്പം തന്നെ എനിക്ക് വെട്ടി തരുകയും ചെയ്തു. ഞാനതിൻ്റെ ചെറിയ ചെറിയ പീസാക്കി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നിറയെ കുത്തി വെച്ച് കൊടുത്താൽ നല്ല ബുഷിയായിട്ടുണ്ടാവുമെന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ അതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ വേരുള്ള ഭാഗം നോക്കിയിട്ട് ശരിക്കും ഒരു ഇല വിട്ടിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്ര കുഞ്ഞു കുഞ്ഞു പീസാക്കണില്ല, കാരണം ഇതൊരു ചെറിയ ചെടിയാണല്ലോ. വലിയ ഇലയുള്ള മറ്റേ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന മണി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പീസാക്കി കൊടുത്തു. അങ്ങനെ അതെല്ലാം ഞാനൊരു ബണ്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന വല്യമ്മ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കൊരു അടീനിയത്തിൻ്റെ തൈ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനത് ഇവിടെ മുളപ്പിച്ച് വെച്ചതാണ്, ആരെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. പൊതുവേ അടീനിയൊന്നും ആർക്കും കൊടുക്കൂല കേട്ടോ. മാക്സിമം അവിടെ വീട്ടിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനാണ് നോക്കുക. അപ്പോൾ ഞാനത് നാളേക്ക് കേടാവണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണാക്കിയിട്ട് ജസ്റ്റ് അതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് നല്ല വൃത്തിക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ കൊണ്ടുവന്ന ചെടി ഒരാൾ നമുക്ക് സ്നേഹത്തോടെ വീട്ടിൽ കൊണ്ടുപോയി ഉണ്ടാക്കണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി നമുക്ക് ഒരാൾ ചെടി തരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ പാടില്ല. എനിക്കത് തീരെ ഇഷ്ടമല്ല. ഞാനും ആർക്കെങ്കിലുമൊക്കെ ചെടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഇത് കൊണ്ടുപോയി കുഴിച്ചിടണേന്ന്. അങ്ങനെ മണി പ്ലാന്റൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. കാരണം ഇന്നും നാളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസവും അതിൻ്റെ ബാക്കിലുള്ള ശേഷമുള്ള 2 ദിവസം ഞാൻ കുറച്ച് ബിസിയാണ്. കുറച്ച് പണികളും 1-2 സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ അത് വാടിപ്പോവില്ല, എന്നാൽ അത്യാവശ്യം വേരൊക്കെ നല്ല ഗ്രോ ആയി വരികയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഡോർ പ്ലാന്റ് പോട്ടിൻ്റെ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് അപ്പോൾ അതിലിട്ട് വെക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാനതെല്ലാം വേരുള്ള ഭാഗം നോക്കി അടിഭാഗം ഇങ്ങനെ വെട്ടി കൊടുത്തതിന് ശേഷം അടിഭാഗം ഏതാ മുകൾ ഭാഗം ഏതാന്ന് മനസ്സിലാവാത്ത ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വെച്ച് നോക്കി കളിക്കുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ അത് ഒന്നാകെ വെള്ളത്തിൽ അതിൻ്റെ 3/4 ഭാഗം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോണമായി തോന്നിയപ്പോൾ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കുപ്പി ഗ്ലാസ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാനത് അതിൽ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള ചെടികൾക്ക് ഞാൻ ജസ്റ്റ് മറ്റുള്ള ചട്ടികളൊക്കെ കൊണ്ടുപോയി ജസ്റ്റ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പണി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.